വേദലക്ഷ്മി ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻ്റായ വേദലക്ഷ്മി രഞ്ജിമാർക്ക് കൊടുത്തൊരു മറുപടി ഒരു 2 ദിവസത്തിന് മുന്നേ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, പക്ഷേ മറുപടി കുറച്ച് ലേറ്റായോ എന്നൊരു ചെറിയ തോന്നൽ എനിക്ക് ഫീൽ ചെയ്തു. ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ അവർക്ക് ആ ഒരു മറുപടി കൊടുക്കാമായിരുന്നു. ഇത്രയും ലേറ്റായിട്ട് മറുപടി കൊടുത്തത് കുഴപ്പമില്ല, അത് അവരുടെ ഇഷ്ടമാണല്ലോ മറുപടി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. എനിവേ, മറുപടി കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ രഞ്ജിമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി പറഞ്ഞ ഒരു പരാമർശത്തെ പറ്റി അവർ എൻ്റെ അടുക്കയിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏത് വഴി കേസിന് പോയി ലാസ്റ്റ് പല്ലടിച്ച് പൊട്ടിച്ചേനെ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാൻമണി ആയിരുന്നു അതിനായിരുന്നു അവൾ കഥം ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ എതിർത്തിട്ടാണ് ലക്ഷ്മി ഒരു 3 മാസങ്ങൾക്ക് ശേഷം, എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് അതിനുള്ള മറുപടിയായിട്ട് വരുന്നത്. അതിന് മുന്നേ ഒരു 2-3 ദിവസം മുന്നേ ആയിട്ട്, ഒരു വീക്കിന് മുന്നേ ആയിട്ട് നോറയ്ക്ക് ഒരു മറുപടി കൊടുത്തു. ആ നോറയ്ക്കുള്ള മറുപടിയിൽ ഒരുപാട് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു കോണ്ടന്റ് ആക്കാൻ വേണ്ടി ലക്ഷ്മി വിചാരിച്ചിട്ടുണ്ടാവണം. ലക്ഷ്മി ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ലക്ഷ്മി പറഞ്ഞ മറുപടി നല്ലതാണ്, ഗുഡാണ്, കുഴപ്പമില്ല. പക്ഷെ ലക്ഷ്മി പറഞ്ഞ മറുപടി അത് രഞ്ജിമാർ എന്തിനാണ് പറഞ്ഞത്? ആക്ച്വലി എനിക്ക് പേഴ്സണലി ഈ ആദില നൂറയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്മിയോടോ അല്ലെങ്കിൽ രഞ്ജിമ പേഴ്സണലി ഞാൻ ആരുടെയും ഫാനല്ല. പക്ഷേ ആദില നൂറ് ഒരാളെ പറ്റി, അതും ആദില നൂറയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവരുടെ മുഖത്ത് നോക്കിയിട്ടല്ല, വേറൊരാളോട് പറയുവാണ്. അപ്പോൾ ആ ഒരു സീൻ എടുക്കുവാണെങ്കിൽ അക്ബറിനോട് പറയുവാണ് ഇവളുമാരെ പോലുള്ളവരെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് അവരോടാണ് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു പരാമർശമാണ് ഈ രഞ്ജിമാർ എടുത്ത് സംസാരിച്ചത്. ആ പരാമർശം നല്ല